4 ദിവസങ്ങൾ നിങ്ങൾ നെഞ്ചിടിപ്പോടെയാണ് കാത്തിരിക്കുന്നതെങ്കിൽ, ഇലക്ഷൻ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ നെഞ്ചിടിപ്പോടെയാണ് കാത്തിരിക്കുന്നതെങ്കിൽ, ഏതെങ്കിലും പാർട്ടിയുടെ പരാജയത്തെക്കുറിച്ചുള്ള ബോധം നിങ്ങളെ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇലക്ഷനിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക എന്നാണ് അർത്ഥം. ഒരു ചെറിയ സോഷ്യൽ എപ്പിസോഡ് പോലും നമ്മൾ സമ്മർദ്ദം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ ഹൃദയത്തെ അപകടത്തിലാക്കുകയാണ്, നമ്മുടെ മസ്തിഷ്കത്തെ അപകടത്തിലാക്കുകയാണ്, നമ്മുടെ ശരീരത്തിൽ സമ്മർദ്ദങ്ങളുടെ ഹോർമോൺ ക്രിയേറ്റ് ചെയ്ത് നിർവീക്കങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നാണ് അർത്ഥം. ഈ സമ്മർദ്ദങ്ങളും ഇതൊക്കെ ഉണ്ട്. ലോകം ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരായി ഭരിച്ചുകൊണ്ടിരിക്കും. ഭരണങ്ങൾ മാറും, മറിയും, ചിലപ്പം മാറാതിരിക്കും. അതൊക്കെ ഒരു സാമൂഹ്യ സിസ്റ്റത്തിൽ ഒരു ചക്രം പോലെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങളാണ്. പണ്ട് രാജഭരണം ഉണ്ടായിരുന്നു, ഏകാധിപതികളുണ്ടായിരുന്നു, പിന്നെ ജനാധിപത്യം വന്നു. ഇതൊക്കെ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതൊന്നും നമ്മളുമായി ബന്ധപ്പെടുത്താൻ പാടില്ല, മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ പാടില്ല. ഒരു കാരണവശാലും അത് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാനും പാടില്ല. സാൻഡ്ര കോള് ഓക്കെ. അതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കട്ടെ. പക്ഷേ നമ്മുടെ തലച്ചോറിൽ ഇതൊക്കെ സമ്മർദ്ദങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ചില ഇലക്ഷൻ ഇതിനെക്കുറിച്ച് കമൻ്റൊക്കെ ഇട്ടപ്പം ചിലരൊക്കെ തെറികൾ പറയുന്നത് കണ്ടു. അത് പെട്ടെന്ന് എമോഷണൽ ആവുകയാണ്. ഇന്ന ആൾക്കാരൊക്കെ തോൽക്കുമെന്നൊക്കെ പറയുമ്പം അത് കേൾക്കാൻ സഹിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ഒരിക്കലും വേണ്ട. നിങ്ങൾക്കൊരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടി നിങ്ങളല്ല. നിങ്ങൾക്കൊരു പ്രസ്ഥാനമുണ്ടെങ്കിൽ ആ പ്രസ്ഥാനം നിങ്ങളല്ല. ജയവും തോൽവിയൊക്കെ സാധാരണയാണ്. ഒന്നും അസ്വസ്ഥമാക്കണ്ട. അമിതമായി ന്യൂസുകളൊന്നും കാണേണ്ട ആവശ്യമില്ല. കാരണം ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ, ഒരു ലൈനിൽ തീർക്കേണ്ട ഒരു ഇൻഫർമേഷൻ ഒരു ദിവസത്തെ എപ്പിസോഡിക്കായിട്ടുള്ള വാർത്താ ചാനലുകളും ഇതൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന അപകടാവസ്ഥകൾ നമ്മൾ മറന്നു പോകരുത്. അനാവശ്യമായി ന്യൂസൊക്കെ കണ്ട് നിങ്ങൾ സമ്മർദ്ദങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടികളുള്ള അമിതമായ വിധേയത്വം നിങ്ങളിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമ്പം നിങ്ങളുടെ ജീവിതം എന്ന ഇലക്ഷനിൽ പരാജയപ്പെടുകയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തോളം വലിയൊരു സംഭവമൊന്നും ഈ പ്രപഞ്ചത്തിൽ എവിടെയുമില്ല. നിങ്ങളുടെ ശരീരത്തിൽ മൊത്തം DNA എടുത്ത് ഇങ്ങോട്ട് ഒന്ന് വട്ടം കറക്കി കഴിഞ്ഞാൽ ഈ ഭൂമിയെ 12 തവണ വട്ടം കറക്കാനുള്ള അത്രയും വ്യാപ്തിയുണ്ട്. അത്രയും വ്യാപ്തിയുള്ളൊരു ക്രിയേഷനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. അത് മറക്കരുത്. ഓക്കെ. ഈ ദിവസങ്ങൾ, കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ സന്തോഷത്തിലേക്ക് പരിവർത്തനം ചെയ്യാം. സമ്മർദ്ദങ്ങൾ വേണ്ട.